എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആസ്തയാണെങ്കിൽ അവരുടെ ടീമിലെ ഒരു മെമ്പർ ആയിരിക്കുകയാണ്. അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ യൂണിഫോം അവന് കിട്ടി. അവരുടെ എല്ലാവരുടെയും ആക്സെപ്റ്റൻസും ലഭിച്ച് അവനാണെങ്കിൽ ഇപ്പോൾ ആ മാൻഷനൊക്കെ ചുറ്റി കടന്ന് കാണുകയാണ്. ഉടനെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടി പയ്യൻ ആസ്തയ്ക്ക് അവൻ്റെ റൂം കാണിച്ചു കൊടുക്കും. നിനക്ക് നിൻ്റെ റൂം അത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും നിനക്ക് ഇത്രയൊക്കെ ഫെസിലിറ്റി ഇവിടെ ഉള്ളൂ എന്ന് പറയും. ഉടനെ ആസ്തയാണെങ്കിൽ ആ ഒരു വലിയ റൂം ചുറ്റും നോക്കും. വാവ്! ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ ചർച്ചിൽ ഞങ്ങൾ ഒരുപാട് കുട്ടികൾ വലിയൊരു ഹാളിലാണ് കിടക്കുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു സ്വർഗ്ഗമാണ്. എനിക്ക് മാത്രമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു മുറി തന്നെ ലഭിക്കുന്നത്. ഞാനിതിൽ ഒരുപാട് സന്തുഷ്ടനാണെന്ന് പറഞ്ഞ് ആസ്തയാണെങ്കിൽ ആദ്യം കരയാനായിട്ട് തുടങ്ങും. പിന്നീട് ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ആസ്തയാണെങ്കിൽ ചുറ്റും നോക്കി ഇവിടെ അല്പം ചെളിയും പൊടിയൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഇവിടെ മുഴുവൻ ഞാൻ ക്ലീൻ ചെയ്യും. ഞാൻ ഈ റൂം ഒരു കൊട്ടാരമാക്കി മാറ്റുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ബക്കറ്റും വെള്ളമൊക്കെ എടുത്ത് അവിടെ തുടയ്ക്കാനായിട്ട് തുടങ്ങും. ഉടനെ അവനാണെങ്കിൽ ഇപ്പോൾ ആസ്തയോട് പറയും, നീ എത്രയും വേഗം നിൻ്റെ വീട്ടിലേക്ക് ലെറ്റർ അയക്കണം. അതിനവൻ ചോദിക്കും, ഞാനെന്തിന് ലെറ്റർ അയക്കണം? ഉടനെ ഓപ്പോസിറ്റ് ഉള്ളവൻ പറയും, നിനക്കിവിടെ സെലക്ഷൻ കിട്ടിയില്ലേ, അത് വീട്ടിലുള്ളവരെ അറിയിക്കണ്ടേ? ആസ്തയാണെങ്കിൽ ഹായ് ആയിട്ട് പറയും, എനിക്ക് സെലക്ഷൻ കിട്ടുമെന്ന് എൻ്റെ വീട്ടിലുള്ളവർക്ക് ഉറപ്പാണ്. എങ്കിലും ഞാൻ അവർക്ക് ലെറ്റർ അയക്കും. കട്ട് ചെയ്ത ഇവിടെ ആസ്തയുടെ ബ്രദറിനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ശരിക്കും രാജകീയമായിട്ടുള്ള ഒരു മുറിയായിരിക്കും കിട്ടുക. അവൻ്റെ മാസ്റ്റർ ആ ഒരു കണ്ണാടി പയ്യനാണെങ്കിൽ അവനോട് പറയും, നിന്നെപ്പോലുള്ള ഒരുത്തന് ഇത്രയും വലിയ ഒരു ലക്ഷറി റൂം അത് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഒരു ഗ്രാമത്തിൽ ജീവിച്ച ദരിദ്രനായ നിനക്ക് ഇത്രയും വലിയൊരു റൂം നിന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞ് ഈ പാസ്തയുടെ ബ്രദറിനെ അവനാണെങ്കിൽ കളിയാക്കും. നീ ശരിക്കും ഒരു പൊടിപ്പയ്യനാണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും യുവനോയെ കളിയാക്കുമ്പോൾ അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എൻ്റെ പേര് യുവനോ എന്നാണ്, പൊടിപ്പയ്യനെന്നല്ല. അതിനാ കണ്ണാടിപ്പയ്യൻ പറയും, ഞാൻ നിൻ്റെ സീനിയറാണ്, കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ എനിക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ കടന്നു പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ചർച്ച് കാണിക്കും. അവിടെ സിസ്റ്റർ ലില്ലി ആണെങ്കിൽ തുണിയൊക്കെ വാഷ് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോൾ മറ്റു ഭാഗത്ത് കുട്ടികളാണെങ്കിൽ അവരവരുടെ ഓരോരോ ജോലികൾ അതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും ഒരു മൂങ്ങ ലെറ്ററുമായിട്ട് അവിടേക്ക് പറന്നു വരിക. ലില്ലി ആണെങ്കിൽ ലെറ്റർ നോക്കും. യോനോയുടെയും ആസ്തയുടെയും ലെറ്റർ ആണത്. ഫാദർ ആണെങ്കിൽ ആ ലെറ്റർ കണ്ട് ഒരുപാട് സന്തോഷിക്കും, കരയും. യുവനോ അവൻ ആ ഒരു മത്സരത്തിൽ പാസ്സായി എന്ന് പറഞ്ഞ് തുള്ളിച്ചാടും. സിസ്റ്റർ ആണെങ്കിൽ ആസ്തയുടെ വിവരം തിരക്കും. ഉടനെ അച്ഛനാണെങ്കിൽ ആ ഒരു ലെറ്റർ വായിച്ചിട്ട് എനിക്ക് അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവുന്നില്ല എന്ന് പറയും. ഉടനെ സിസ്റ്റർ ആ ലെറ്റർ മേടിച്ച് വായിക്കും. ആസ്ത അവനും പാസ്സായി എന്ന് പറയും. അത് കേട്ട് ഫാദറും കുട്ടികളും ഒക്കെ അത്ഭുതപ്പെടും. ആസ്ത അവൻ പാസ്സായോ, ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ആരവം മുഴക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷം. യുവനോയും ആസ്തയും അവർ രണ്ടുപേരും ഇപ്പോൾ അവരുടെ ചർച്ചിൻ്റെയും വില്ലേജിൻ്റെയും മാനം കാത്തു. എനിക്ക് എത്രയും വേഗം ഈ സന്തോഷ വാർത്ത അത് ഗ്രാമം മുഴുവൻ അറിയിക്കണമെന്ന് പറഞ്ഞ് ഫാദർ ആണെങ്കിൽ കുട്ടികളെയും കൂട്ടി സ്റ്റിക്കിൽ അങ്ങനെ പറന്നു പോവാണ്. അത് കണ്ട് സിസ്റ്ററിനാണെങ്കിൽ ഒരുപാട് സന്തോഷം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആസ്തയെ കാണിക്കും. അവനാണെങ്കിൽ കണ്ണൊക്കെ തിരുമ്മി ചുറ്റും നോക്കും. അപ്പോൾ ഞാൻ സ്വപ്നം കണ്ടതല്ല, ബ്ലാക്ക് ഹോൾ ടീമിൽ ഞാനും ചേർന്നു പറഞ്ഞ് അവനാണെങ്കിൽ അവൻ്റെ യൂണിഫോമിലേക്ക് തന്നെ നോക്കും. അവനത് ഊരി വെക്കാതെ അതിട്ടാണ് അന്ന് നൈറ്റ് മുഴുവൻ ഉറങ്ങിയത്. ഹീറോ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് പുറത്തേക്ക് ഓടി വരുമ്പോൾ ഒരു വലിയ ചുമരിൽ അങ്ങനെ ഇടിച്ച് താഴെ വീഴുകയാണ്. തൊട്ടടുത്ത് അവൻ്റെ കണ്ണാടിക്കാരൻ ഫ്രണ്ടിനെ കാണും. ഇന്നലെ ഈ തൂണ് അത് ഞാൻ ഇവിടെ കണ്ടിട്ടില്ലായിരുന്നല്ലോ എന്ന് ആസ്തയാണെങ്കിൽ അവനോട് പറയും. അതിനവൻ്റെ ഫ്രണ്ട് പറയും, ഈ വീടിന് ഒരു പ്രത്യേകതയുണ്ട്, അത് തനിയെ അതിൻ്റെ ആർക്കിടെക്ചർ അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നീ വാ, ഞാനിവിടെ മുഴുവൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് വിശദമായിട്ട് കാണിച്ച് പറഞ്ഞു കൊടുക്കും. ഹോട്ട് സ്പ്രിങ്ങിലേക്ക് വന്ന് അവർ രണ്ടുപേരും രാവിലെ തന്നെ ഒന്ന് കുളിക്കുകയാണ്. ആസ്തയ്ക്കാണെങ്കിൽ അത് ഒരുപാട് ഇഷ്ടപ്പെടും. അതിനുശേഷം അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ അടുത്തുള്ളൊരു ബ്ലോക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെയാണ് പെൺകുട്ടികളുടെ റൂം ഉള്ളത്. അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് തൽക്കാലം നിന്റെ ശ്രദ്ധ കൊണ്ടുപോകണ്ട. ഇതാണ് നമ്മുടെ കോമൺ ബാത്റൂം എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യും. അതിൽ അവൻ്റെ മാസ്റ്റർ ഉണ്ടാവും. അത് കണ്ട് അവർ രണ്ടുപേരും ഭയപ്പെടുകയാണ്. അവർ ഡോർ അടച്ച് അവിടെ നിന്ന് 100-110 ഓടും. പിന്നീട് ബേസ്മെന്റിലേക്ക് വന്ന് കുറച്ച് ബീസ്റ്റുകളെയൊക്കെ അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവന് കാണിച്ചു കൊടുക്കും. ഇത് ആക്ച്വലി നമ്മുടെ മാസ്റ്ററിൻ്റെ ഒരു ഹോബിയാണ്. ഇതുപോലുള്ള ബീസ്റ്റുകളെ അദ്ദേഹം ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. നിന്റെ സീനിയറായ ഞാൻ നിനക്കൊരു ടാസ്ക് തരികയാണ്, നീ വേണം ഇന്ന് ഇവറ്റകൾക്ക് ഫുഡ് കൊടുക്കാൻ. ഉടനെ ആസ്തയാണെങ്കിൽ ഒരു സ്റ്റിക്കിൽ അവറ്റകൾക്ക് ഫുഡ് കൊടുക്കും. അടുത്ത നിമിഷം ഒരു ബീസ്റ്റ് ആണെങ്കിൽ പുറത്തേക്ക് വന്ന് അവൻ്റെ തല കടിക്കുകയാണ്. അവനാണെങ്കിൽ ഭയന്ന് ഇപ്പോൾ രക്ഷിക്കടാന്ന് പറഞ്ഞ് നിലവിളിച്ചോടും. പിന്നീട് അവർക്ക് കളിക്കാനുള്ള ഒരു ഗെയിമിംഗ് റൂമിലേക്ക് വരും. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഗെയിംസ് അതെന്ത് വേണമെങ്കിലും കളിക്കാമെന്ന് പറയും. അവരങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന അതേ സമയം ഓപ്പോസിറ്റ് സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണങ്ങനെ നടന്നു വരികയാണ്. അതാരാണെന്ന് ആസ്ത ചോദിക്കും. അതിനവൻ പറയും, അവളും പുതുതായിട്ട് നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്തതാണ്. ഉടനെ ആസ്തയാണെങ്കിൽ അവളെ നോക്കി കൈ നീട്ടും. എൻ്റെ പേര് ആസ്ത, ഞാൻ ഹേജ് വില്ലേജിൽ നിന്ന് വന്നതാണ്. ഞാനും നിങ്ങളോടൊപ്പം ഈ ഒരു ടീമിലുണ്ടെന്ന് പറയും.
അതിനവൾ അവൻ്റെ കൈ തട്ടിത്തെറിപ്പിക്കും. "നിനക്കത്ര ധൈര്യമുണ്ടെങ്കിൽ റോയൽ ബ്ലഡിലുള്ള എനിക്ക് നേരെ ക്ഷയിക്കാൻ വേണ്ടി കൈ നീട്ടും." ആസ്തയാണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കാവും. റോയൽ ബ്ലഡോ? ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടോ ചിന്തിച്ച് അവന്റെ ഫ്രണ്ടിനെ നോക്കും. "ഓ നോ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു റോയൽ ബ്ലഡിനെ കാണുന്നതെന്ന് പറഞ്ഞ് ഇപ്പൊ ആസ്തയാണെങ്കിൽ അവളുടെ കാൽക്കൽ വീഴും. ഉടനെ അവളാണെങ്കിൽ ഫുൾ ആറ്റിറ്റ്യൂഡില് ആ ഭയം നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പറയും. ഉടനെ അവൻ ചാടി എഴുന്നേൽക്കും. "നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്രകാരം സംസാരിക്കും. നീയും ഞാനും എല്ലാം ഒന്നാണ്. നമ്മളെല്ലാവരും ക്ലാസ്മേറ്റ്സ് ആണെന്ന് പറയും." അത് കേട്ട് കലിയിളകി അവളാണെങ്കിൽ വാട്ടർ പവർ വെച്ച് ഇപ്പോൾ ആസ്തയെ അറ്റാക്ക് ചെയ്യും. ആസ്തയാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ പവർ ഡൈവേർട്ട് ചെയ്ത് അവന്റെ ഫ്രണ്ടിന്റെ ദേഹത്തേക്ക് ഇടുകയാണ്. ആ പവർ ആണെങ്കിൽ അങ്ങനെ വന്ന് ഫ്രണ്ടിന്റെ ദേഹത്ത് ആഞ്ഞടിക്കും. ആസ്തയുടെ ഫ്രണ്ട് ആ സീനിയർ ആണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും, "നിനക്കിത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്രകാരം ചെയ്യും. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ സീനിയറിലേയും ചോദിക്കും." അതിനവള് പറയും, റോയൽ ബ്ലഡിലുള്ള എന്നോടാണ് നിങ്ങൾ കളിച്ചത്. ഒരു കാരണവശാലും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ആ യൂണിഫോം അങ്ങനെ വലിച്ചെറിഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. ആസ്തയാണെങ്കിൽ ഷോക്കാവും. "ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നേടിയെടുത്ത യൂണിഫോമാണ്. അവൾ യാതൊരു വിലയില്ലാതെ വലിച്ചെറിഞ്ഞ് പോയെന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ പോവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ആസ്തയാണെങ്കിൽ തന്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് വാഷ്റൂം അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ വാഷ്റൂം എല്ലാം ഫില്ലായതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ അവനാണെങ്കിൽ കാട്ടിലേക്ക് വന്ന് കാര്യം സാധിക്കാനായിട്ട് ശ്രമിക്കും. ആ സമയം വാട്ടർ പവർ ആണെങ്കിൽ അവന്റെ ദേഹത്തേക്ക് വന്ന് വീഴുകയാണ്. ആസ്തയാണെങ്കിൽ ഷോക്കാവും. അവൻ ആ വാട്ടർ പവർ വന്ന ഭാഗത്തേക്ക് നോക്കും. ആ ഒരു റോയൽ ഫാമിലിയിലെ പെണ്ണ്. അവളാണെങ്കിൽ മരത്തിൽ ഒരു എയിം വെച്ച് അവിടെ അങ്ങനെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അറ്റാക്ക് എല്ലാം തന്നെ ഡിഫറൻ്റ് ആയ സ്ഥലത്തേക്ക് പോയി വീണുകൊണ്ടേയിരിക്കുകയാണ്. അവൾക്ക് ആ എയിമിലേക്ക് അവളുടെ അറ്റാക്ക് എത്തിക്കാനായിട്ട് കഴിയുന്നില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ റോയൽ ബ്ലഡ് ആയിട്ടുള്ള അവളുടെ ബ്രദർ. അവനാണെങ്കിൽ അവളെ കളിയാക്കും. "നിനക്ക് പവറുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ നിനക്കറിയില്ല. റോയൽ ബ്ലഡിൽ ഇത്രയും വിഡ്ഢിയായ ഒരു പെണ്ണ് ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ അങ്ങനെയുള്ള നിന്നെ ഗോൾഡൻ ടീമിൽ ചേർക്കാനായിട്ട് കഴിയില്ല" എന്ന് പറഞ്ഞ് അവൾ അപമാനിക്കും. അവൾ ആ കാര്യങ്ങളെല്ലാം കേട്ട് ഒരുപാട് വിഷമത്തിൽ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. ആ കാര്യങ്ങൾ ആലോചിച്ചാണ് അവളിപ്പോൾ തീവ്രമായിട്ട് ട്രെയിനിങ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക. അവളാണെങ്കിൽ ആ കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പോൾ അവളുടെ ബ്രദറിനെ ഒരുപാട് ചീത്തയൊക്കെ വിളിച്ച് ട്രെയിനിങ് എടുക്കുമ്പോഴായിരിക്കും തൊട്ടടുത്തായിട്ട് കാടിനിടയിൽ നിൽക്കുന്ന ആസ്തയെ കാണുക. അവളാണെങ്കിൽ അവനെ കണ്ട് ഷോക്കാവുമ്പോൾ അവൻ ക്യാഷ്വലായിട്ട് കൈ അങ്ങനെ വീശി കാണിക്കും. "ഹായ്, ഇത് ഞാനാണ് ആസ്ത" എന്ന് പറയും. അവൾക്കാണെങ്കിൽ എന്താ പറയണ്ടേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. "ഓ നോ, ഞാൻ എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ഇവൻ കേട്ടിട്ടുണ്ടാവുമോ? ഇനി മറ്റൊന്നും ചെയ്യാനില്ല" എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ വാട്ടർ പവർ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അബദ്ധത്തിൽ ആ വലിയ വാട്ടർ പവർ അത് അവളുടെ ദേഹത്തേക്ക് തന്നെ ആഞ്ഞടിക്കുകയാണ്. കൺട്രോൾ നഷ്ടപ്പെട്ട് അതിപ്പോൾ വലിയൊരു സുനാമി പോലായി മാറി അവൾ ആ വാട്ടർ പവറിൽ പെട്ടുപോകും. ആസ്തയാണെങ്കിൽ രക്ഷിക്കടാവുന്ന ഉച്ചത്തിൽ നിലവിളിച്ച് ഓടുകയാണ് ആ വാട്ടർ പവറിൽ പെട്ടുപോകാതിരിക്കാൻ. അപ്പൊ ദൂരത്തായിട്ട് എല്ലാവരും ശബ്ദവും ബഹളവും ഒക്കെ കേട്ട് പുറത്തേക്ക് വന്ന് നോക്കും. അവരാണെങ്കിൽ ആ വലിയ പ്രളയം അത് കാണുകയാണ്. അവരുടെ മാസ്റ്ററും ഇപ്പൊ പുറത്തേക്ക് വന്ന് അത് നോക്കി നിൽക്കും. അവിടെ ഉള്ളവരാരും തന്നെ അവളെ രക്ഷിക്കാൻ തയ്യാറാവാതെ മാറി നിൽക്കുമ്പോഴായിരിക്കും ആസ്ത ഇപ്പോൾ മാസ്റ്റർ അടുത്തേക്ക് ഓടി വരിക. മാസ്റ്റർ ആണെങ്കിൽ ആസ്തയെ പിടിക്കും. "നീ വേണം അവളെ രക്ഷിക്കാനെന്ന് പറയും. ആസ്തയാണെങ്കിൽ ഷോക്കാവും. "അയ്യോ ഇല്ല ഇല്ല, എനിക്കാണെങ്കിൽ പറക്കാൻ പോലും അറിയില്ല" എന്ന് പറയും. "നിന്നെ ഞാൻ പറപ്പിക്കാന്ന് പറഞ്ഞ് മാസ്റ്റർ ആണെങ്കിൽ ആളുടെ പവർ ശക്തി അങ്ങനെ കൂട്ടി അവനെ തൂക്കിയെടുത്ത് അവൾക്ക് നേരെ എറിയും. അടുത്ത നിമിഷം ഗ്രീവറിൽ നിന്ന് ഒരു സ്വാഡ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അവളുടെ വാട്ടർ പവറിൽ ആഞ്ഞു വെട്ടുകയാണ്. ആ വാട്ടർ പവർ അങ്ങനെ നള്ളിഫൈ ആയി അവളും ആസ്തയും അവർ രണ്ടുപേരും അങ്ങനെ അടിച്ച് താഴെ വീഴും. അതുകൊണ്ട് ചുറ്റും ഉണ്ടായിരുന്ന ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഇംപ്രസ്ഡ് ആവുകയാണ്. ജയന്റ് മാസ്റ്റർ ആണെങ്കിൽ ആസ്തയെ ഇപ്പോൾ അഭിനന്ദിക്കും. "വാവ്, നീ ഒരു പൊടി പയ്യനാണെങ്കിലും അടിപൊളിയായിട്ട് ആ ഒരു പവർ നള്ളിഫൈ ചെയ്തത്" പറയും. അത് കേൾക്കുമ്പോൾ ആസ്തയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം. ഇവിടെ ചുന്ദരിപ്പെണ്ണിനാണെങ്കിൽ ടെൻഷൻ കൂടുകയാണ്. "ഓ നോ, എൻ്റെ ബ്രദേഴ്സ് അവരെന്നെ ഒഴിവാക്കിയതുപോലെ അല്ലെങ്കിൽ അപമാനിച്ചതുപോലെ ഇവർക്കിടയിൽ ഞാനും ഒറ്റപ്പെട്ട് അപമാനിതയായിട്ട് ജീവിക്കേണ്ടി വരുമെന്ന് അവൾ ചിന്തിക്കും. ആ സമയം ആസ്തയാണെങ്കിൽ അവളോട് പറയും, "എനിക്ക് നിന്റെ പവർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നിങ്ങളെപ്പോലെ മാജിക് പവറൊന്നും അറിയില്ല. നിനക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ട്രെയിനിങ് എടുത്തുകൂടെ" ചോദിക്കും. അത് കേൾക്കുമ്പോൾ നമ്മുടെ പെണ്ണ് അവൾ ഇച്ചിരി നാണക്കാരിയാ. അവൾക്കൊരല്പം നാണമൊക്കെ തോന്നും. അവളാണെങ്കിൽ കുറ്റബോധത്താൽ തല താഴ്ത്തും. "സത്യത്തിൽ ഞാൻ കരുതിയതുപോലെയല്ല. ഇവരെല്ലാവരും നല്ലവരാണ്. ഞാനാണ് കൂടുതലായിട്ട് അറഗൻസ് ഇവരോട് കാണിച്ചത്. എൻ്റെ തെറ്റാണ് ഇതെല്ലാം" എന്ന് പറയുമ്പോൾ ആസ്തയാണെങ്കിൽ ആ യൂണിഫോം അവൾക്ക് ഇട്ടുകൊടുക്കും. "നീയും ഞങ്ങളിൽ ഒരാളാണ്. നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. നമ്മൾ ഇനി മുതൽ ഒരുമിച്ചായിരിക്കും ട്രെയിനിങ് എടുക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് അവളെ സ്വീകരിക്കും. അത് കണ്ട് അവൾ ഹാപ്പി ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.